ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഓൺലൈൻ വഴി സ്വന്തമായി ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യം വരുമ്പോഴായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ആ സമയത്ത് നമുക്കത് കാണാനും ഉണ്ടാവില്ല. മിക്ക ആളുകൾക്കും ഇങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇനി നിങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴി സ്വന്തമായി ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുക കൂടെ ചെയ്തോളൂ. ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും ഈ ഒരു വീഡിയോ. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള സർക്കാരിൻ്റെ പുതിയ ആപ്ലിക്കേഷനായ കെ സ്മാർട്ട് ആപ്പ് വഴിയാണ്. കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ആപ്പ് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോണ്, ഇമെയിൽ, പാൻ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫോൺ എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ താഴെയുള്ള എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ താഴെയുള്ള സെൻഡ് OTP എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് നമ്മളൊന്ന് കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ താഴെയുള്ള ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ആ ഒരു ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് ഓപ്ഷൻസ് കാണാം. ക്വിക്ക് പേയ്മെൻറ്റ്സ്, ക്വിക്ക് സർട്ടിഫിക്കറ്റ്, മൈ അപ്ലിക്കേഷൻസ്, ഇങ്ങനെ തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കാണാം. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ക്വിക്ക് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. സെലക്ട് ചെയ്യ സർട്ടിഫിക്കറ്റ് എന്നുള്ളതുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അവിടെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യാനുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സ്മാർട്ട് സെർച്ച് എന്നും ഒന്ന് നോർമൽ സെർച്ച് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ നോർമൽ സെർച്ച് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുത്തുള്ളത്. അപ്പോൾ അതിനുശേഷം താഴെയിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻസ് നമ്മളൊന്ന് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത് ഡിസ്ട്രിക്ട് എന്നുള്ളതാണ്. അവിടെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനടുത്ത കോളത്തിൽ വരുന്നത് ലോക്കൽ ബോഡി എന്നുള്ളതാണ്. അതിൽ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലോക്കൽ ബോഡി ടൈപ്പ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലോക്കൽ ബോഡി ടൈപ്പിൽ മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് ലോക്കൽ ബോഡി സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ലോക്കൽ ബോഡി ഏതാണ് എന്നുള്ളത് നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ലോക്കൽ ബോഡി ടൈപ്പ് സെലക്ട് ചെയ്തതിനനുസരിച്ച് അവിടെ വന്നിട്ടുള്ള ലിസ്റ്റിൽ നിന്നും നമ്മുടെ ലോക്കൽ ബോഡി നെയിം നമ്മൾ സെലക്ട് ചെയ്യണം. മുനിസിപ്പാലിറ്റി വരുന്നവർ അവരുടെ മുനിസിപ്പാലിറ്റി നെയിമും, പഞ്ചായത്തിൽ വരുന്നവർ അവരുടെ പഞ്ചായത്തിൻ്റെ നെയിമുമാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത് സെലക്ട് സെക്സ് എന്നുള്ളതാണ്. അവിടെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ഓപ്ഷനിൽ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷനായി വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതാണ്. അവിടെ ആ ഒരു കലണ്ടറിൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത ഓപ്ഷനിൽ വരുന്നത് നെയിം ഓഫ് മദർ എന്നുള്ളതാണ്. അവിടെ മദർ നെയിം നമ്മളൊരു 3 ഡിജിറ്റ് മിനിമം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സെർച്ച് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിന് വലതുവശത്തുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ താഴെ വ്യൂ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയി വരുന്നത് കാണാം. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതുപോലെ ഇവിടുന്ന് കാണാവുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെയുള്ള ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അവിടെ ആ മുകളിൽ കാണുന്ന സെൻഡ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. വാട്സപ്പ് മുഖേനയോ ഇമെയിൽ വഴിയൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഓൺലൈനായിട്ട് സ്വന്തമായി ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.